നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി എന്തു ചെയ്യും? പിണറായി വിജയനെ ഇനി പാർട്ടി എന്തു ചെയ്യും? ഇത് കേരള സമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിലാദ്യം പറഞ്ഞത് ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തു ചെയ്യും എന്നാണ്. ഇപ്പോൾ തൻ്റെ ഭരണകാലത്തെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയാൻ മുഖ്യമന്ത്രി നടത്തുന്ന യാത്ര അത് ചുമ്മാ നടത്തുന്ന യാത്രയല്ല, കോടികൾ ചെലവഴിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ്. അത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾ വീണയ്ക്കെതിരെയും ഗവൺമെൻറ് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെയും ഉള്ള അന്വേഷണ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കരിമണൽ കർത്തയുടെ കമ്പനിയായ CMRൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക് കമ്പനി വാങ്ങിയ 2.5 കോടിയിലധികം രൂപ, ആ 2.5 കോടിയിലധികം രൂപയ്ക്ക് ഒരു സേവനവും താൻ ചെയ്തിട്ടില്ല എന്ന് വീണ സമ്മതിച്ചതായിട്ടുള്ള SFIO അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ തുടക്കനാളിൽ CPM പിണറായി വിജയന് വേണ്ടി പ്രത്യേകിച്ച് മുൻ മന്ത്രി AK ബാലനും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള പല നേതാക്കളും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തിന് ഓർമ്മയുണ്ട്. അതെല്ലാം തന്നെ ഇപ്പോൾ വിഴുങ്ങേണ്ട അവസ്ഥയിലാണ് ഉള്ളത്. അതായത് ഈ പ്രസ്തുത കേസിൽ SFIO അന്വേഷണത്തിൽ കുറ്റക്കാരി ആണ് എന്ന് അന്വേഷണത്തിൽ കണ്ടുപിടിക്കപ്പെട്ട വീണ തന്നെ കരിമണൽ കർത്തയുടെ CMRL കമ്പനിയിൽ നിന്ന് താൻ കാശ് വാങ്ങിയെന്നും അങ്ങനെ വാങ്ങിയ കാശിന് താൻ ഒരു സേവനവും ചെയ്തിട്ടില്ല എന്നും തൻ്റെ കമ്പനി ഒരു തരത്തിലുള്ള സേവനവും CMRL കമ്പനിക്ക് നൽകിയിട്ടില്ല എന്ന് സമ്മതിക്കുന്ന സ്ഥിതിക്ക് ഇനി CPM എന്ന പാർട്ടി എന്തു ചെയ്യും? ഈ ന്യായീകരണ തൊഴിലാളികളൊക്കെ ഇനി എന്തു ചെയ്യും? AK ബാലനെ സംബന്ധിച്ച് ഇനി AK ബാലൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ ഒരു ഔദ്യോഗിക സ്ഥാനങ്ങളിലുമില്ല. അദ്ദേഹം പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറായിരുന്നു, ഇപ്പോൾ ഒന്നുമല്ല. അദ്ദേഹം പാർട്ടിയിൽ ഒരു ക്ഷണിതാവ്, സെൻട്രൽ കമ്മിറ്റിയിലെ ഒരു ക്ഷണിതാവ് ആണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ചിലപ്പോൾ മറുപടി പറയേണ്ടി വരില്ല. പക്ഷെ ഗോവിന്ദന് മറുപടി പറയേണ്ടി വരും, MA ബേബിക്ക് മറുപടി പറയേണ്ടി വരും. മുമ്പ് ആരൊക്കെ ഈ പറയുന്ന കാര്യത്തിൽ ന്യായീകരണം നടത്തിയോ അവരൊക്കെ തന്നെ മറുപടി പറയേണ്ടി വരും. അതിൽ ഏറ്റവും മുന്നിൽ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അതായത് CMRL കമ്പനിയുടെ IT വിഭാഗവും അവിടുത്തെ ഉദ്യോഗസ്ഥരും മൊഴി നൽകിയിരിക്കുന്നു. വീണ വിജയൻ എന്ന വീണ തൈക്കണ്ടി ഒരു തരത്തിലുള്ള സേവനവും തങ്ങളുടെ കമ്പനിക്ക് ചെയ്തു തന്നിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞതുകൂടി ആയപ്പോഴാണ് വീണയ്ക്ക് SFIO അന്വേഷണത്തിൽ പൂട്ട് വീണത്. ഇപ്പോൾ CPM പാർട്ടി സമ്മേളനം, അതായത് ഇപ്പോൾ കഴിഞ്ഞ CPM പാർട്ടി സമ്മേളനം നടക്കുന്ന അവസരത്തിൽ പുതിയ ജനറൽ സെക്രട്ടറി MA ബേബി പോലും പിണറായിയെ ന്യായീകരിച്ചിരുന്നു. അതുമാത്രമല്ല, പിണറായിയുടെ മകൾ തന്നെ ആണ് PV എന്നത് തൻ്റെ പിതാവിൻ്റെ പേരിൻ്റെ ചുരുക്കെഴുത്താണെന്നും തൻ്റെ പിതാവിൻ്റെ പേരിൽ താൻ കാശ് വാങ്ങിയതാണ് എന്നും കൂടി പറയുമ്പോൾ ഇനി എത്ര നാൾ CPM പാർട്ടിക്ക് പിണറായിയെയും മകളെയും രക്ഷിക്കാനാകും? ഇനി മറ്റൊന്നുകൂടി നമ്മൾ പറയേണ്ടി വരും. ഇനി KM എബ്രഹാം എന്ന തൻ്റെ പ്രിൻസിപ്പൽ, അതായത് ഈ ഗവൺമെന്റിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി ആയ അദ്ദേഹത്തിനെതിരെ CBI അന്വേഷണത്തിന്റെ, അതായത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ആണ് CBI കോടതി കേസെടുത്തിരിക്കുന്നത്. കൊച്ചി കോടതിയാണ് കേസ് എടുത്തിരിക്കുന്നത്. 14 ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചി ഹൈക്കോടതി എബ്രഹാമിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ഇന്ന് ആണ് CBI കേസെടുത്തത്. ഒടുവിൽ ഇന്നിപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ വീടാക്രമണത്തിൽ, അതായത് നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നലെ രാത്രി 10:45 തന്നെ BJPയുടെ നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വീട് ആക്രമിക്കപ്പെട്ടപ്പോൾ CPMന്റെ പ്രമുഖ നേതാവ് EP ജയരാജനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഏത് ശോഭാ സുരേന്ദ്രൻ എന്ന് ആണ് EP തിരിച്ച് മാധ്യമങ്ങളോട് ചോദിച്ചത്. എന്നാൽ ഇനി CPM നേതാക്കൾ ഇനി ഏത് വീണയെന്നും ഏത് പിണറായി വിജയനെന്നും ചോദിക്കുന്ന കാലം അനധിവിദൂരമല്ല എന്ന് നമുക്ക് കരുതാം.
അങ്ങനെയാണല്ലോ CPM എന്ന പാർട്ടിയുടെ ഇതുവരെയുള്ള ചരിത്രം. അങ്ങനെയാണല്ലോ കാലം നമുക്ക് പലതും ഇതുവരെ കാട്ടിത്തന്നത്. ഒരു വേള CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ കേസുണ്ടായ സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ അന്ന് പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. അന്ന് അഭിമാനത്തോടെ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് അഭിമാനത്തോടെ അദ്ദേഹം ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ മകൻ ബിനീഷിന് ഒരു തരത്തിലുള്ള സഹായവും പാർട്ടി ചെയ്യില്ല എന്ന് പറയുന്നു. ഇന്നിപ്പോൾ പിണറായി തിരിച്ചു ചോദിക്കുന്നു, ആ കേസ് വേറെ ഈ കേസ് വേറെ എന്ന്. ഈ പറയുന്ന SFIO അന്വേഷണം നടക്കുമ്പോൾ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച് തന്റെ കൈകൾ ശുദ്ധമാണെന്നും വീട്ടിലിരിക്കുന്നവരെ വെറുതെ കുറ്റം പറയരുതെന്നും പിണറായി പറഞ്ഞത് നമ്മുടെ ഈ സമൂഹം മറന്നിട്ടില്ല. ഇപ്പോൾ ഇനി പിണറായി എന്തു ചെയ്യും? അദ്ദേഹത്തിന്റെ പാർട്ടി ഇനി അദ്ദേഹത്തിനെ എത്ര നാൾ ചുമക്കും എന്നുകൂടെ നമുക്ക് കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം.